ഓം ശാന്തി. ഞാൻ വെജിറ്റേറിയൻ ഫുഡിനെ കുറിച്ചൊരു വീഡിയോ ഇട്ട സമയത്ത് പാല് കുടിക്കാമോ, അങ്ങനെയാണെങ്കിൽ സസ്യങ്ങൾക്കും ജീവനില്ലേ, അവയും കൊല്ലുകയല്ലേ ചെയ്യുന്നത്, പാല് കുടിക്കാമെങ്കിൽ മുട്ട കഴിച്ചൂടെ, എന്താ വ്യത്യാസം, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് പല കമൻസും ഞാൻ വായിച്ചിരുന്നു. ഇന്ന് ഒരു കൊച്ചു വീഡിയോ, അതിനുള്ളൊരു മറുപടി മാത്രമാണ് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്കറിയാം പാലിനെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ട് അതിൽ നിന്നൊരു പശുക്കുട്ടി ഉണ്ടാക്കാനായിട്ട് എന്തായാലും പറ്റില്ല. പാല് കഴിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരമ്മ കുട്ടിക്ക് ചുരത്തി കൊടുത്തായിട്ടൊരു വിഭവമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതായാൽ നമുക്ക് കുടിക്കാനല്ല പാലുണ്ടാക്കിയിരിക്കുന്നത്, പശുക്കുട്ടിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പശുപാലുണ്ടാക്കുന്നത്, എരുമക്കുട്ടിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് എരുമ പാലുണ്ടാക്കുന്നത്. ശരിക്കും സയൻറ്റിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യക്കുട്ടികൾക്കും അതെ, അമ്മയുടെ പാല് കഴിഞ്ഞ ശേഷം ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു ശരീരത്തിന് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ പോഷക ഘടകങ്ങളും, കോശങ്ങളുടെ വളർച്ച വളരെ പെട്ടെന്നുണ്ടാവാനുള്ള എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയതാണ് പാല്. അതുകൊണ്ട് കുട്ടികളായിരിക്കെ പാല് കൊള്ളാം, പക്ഷെ വളർന്ന ശേഷം പാല് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് എൻ്റെ അഭിപ്രായം. ഞാനൊരു ഡോക്ടറൊന്നുമല്ല, ഒരു ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറയാനാവില്ല. എന്നിരുന്നാലും എൻ്റെ അനുഭവത്തിൽ പാല് കുടിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, പാലൊരു വെജിറ്റേറിയൻ ഫുഡാണ്, നോൺ വെജ് അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു അമ്മ കുട്ടിക്ക് കൊടുക്കാനുണ്ടാക്കിയ ആഹാരം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് പശുവിൻ്റെ അകിട് മുറിച്ചെടുത്തിട്ട് ആരും നമ്മൾ പാലെടുക്കാറില്ല. പശുവിനെ വേദനിപ്പിച്ചിട്ട് പാലെടുക്കരുത്. പശു നമുക്ക് തരുന്നതായിട്ടുള്ള പാലിനെ നിങ്ങൾക്ക് കറന്നെടുക്കാം. അത് സ്നേഹമുള്ള ആളുകൾ അതിനെ പലരും വിമർശിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പശുക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ആ പശു പാല് ചുരത്തുന്നത് നിങ്ങൾക്ക് തരാനല്ല എന്ന്. അല്ല, എൻ്റെ വീട്ടിലൊരു ലക്ഷ്മി പശു ഉണ്ടായിരുന്നു. അമ്മ പശുവിനെ കറക്കാൻ പോയിരിക്കുന്ന സമയത്ത് ഒരു പശുവിൻ്റെ കുട്ടിയെ പശു നക്കുന്ന പോലെ അമ്മേനെ സ്നേഹത്തോടു കൂടി മുഖം കൊണ്ട് കാണിക്കുന്നതും ചുരത്തി കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പശു സ്നേഹത്തോടെ വളർത്തുമ്പോൾ അതിനെ കുളിപ്പിച്ചും താലോലിച്ചും ലക്ഷ്മിയെന്ന് വിളിച്ചും അതിൻ്റെ മേലൊരു തരി ചാണകം പോലും ഒട്ടി നിൽക്കാൻ സമ്മതിക്കാതെ അതിനെ കുളിപ്പിച്ചും തൊഴുത്ത് ക്ലീൻ ചെയ്തും അതിന് വേണ്ട ആഹാരം കൊടുത്തും അത്രയും സ്നേഹത്തോടെ അതിനെ പരിപാലിക്കുമ്പോൾ ഒരു ഗിഫ്റ്റായിക്കൊണ്ട് പശു പാല് ചുരന്നു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പശു നമുക്ക് ഇഷ്ടപ്രകാരം തരുന്ന പാല് നമുക്ക് സ്വീകരിക്കാം. അതിനെ അടിച്ചും ഇടിച്ചും തട്ടിയും മുട്ടിയും കഷ്ടപ്പെടുത്തിയും പാല് ചുരക്കരുത്. മെഷീൻ ഉപയോഗിച്ച് കറക്കുന്ന സമയത്ത് അതിൻ്റെ ബ്ലഡ് അടക്കം വലിച്ചെടുക്കുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടു. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്താൽ അത് വലിയ കഷ്ടമാണ്. ആ രീതിയിലൊന്നും ചെയ്യരുത്. ഒരമ്മേനെ ഉപദ്രവിക്കരുത്. ഒരമ്മയല്ലേ, ഒരു പശു ആണെങ്കിലും എരുമയാണെങ്കിലും ആടാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് അത് നമുക്ക് സന്തോഷത്തോടെ തരുന്ന പാല് നിങ്ങൾ സ്വീകരിക്കൂ. അതിന് ഒരു അശുദ്ധിയില്ല. പിന്നെ പാല് നിർബന്ധമാണോ നമുക്ക്? അല്ലെന്ന് തന്നെ ഞാൻ പറയാം. നമ്മുടെ ശരീരത്തിൽ കോശങ്ങളെ വികസിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന ഫലങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ധാരാളം നമുക്ക് കിട്ടാനുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് നമ്പർ 1 ആഹാരമാണ്. പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സസ്യാഹാരികളൊക്കെ തന്നെ അവരുടെ പരന്ന പല്ലും പരന്ന നഖങ്ങളും അതുപോലെ തന്നെ ചവച്ചരയ്ക്ക് കഴിക്കാൻ വിതറതായിട്ടുള്ള പരന്ന പല്ലോട് കൂടിയിട്ട് ജനിച്ചവരാണ്. വെള്ളം വലിച്ചു കുടിക്കുന്നവരാണ്. ഇതൊക്കെ സസ്യാഹാരികളുടെ ലക്ഷണമാണ്. മാംസാഹാരികൾക്ക് കൂർത്തുമൂർത്ത നഖങ്ങളും കടിച്ചു മുറിക്കാനുള്ള ഷാർപ്പായിരിക്കുന്ന പല്ലുകളും അതുപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ അവർ നക്കിയേ കുടിക്കുള്ളൂ. അപ്പം മനുഷ്യ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡൈജഷൻ സിസ്റ്റം ആണെങ്കിലും അതല്ല നമ്മുടെ ജീവിതശൈലികൾ നോക്കിയാലും ഇന്ദ്രിയങ്ങൾ നോക്കിയാലും നമ്മൾ സസ്യബുക്കുകളായിട്ട് ജനിച്ചതാണ്. അതുകൊണ്ട് തന്നെ സസ്യാഹാരം കഴിച്ചു എന്ന് കരുതിയിട്ട് ഒരു മനുഷ്യൻ്റെ ആരോഗ്യം കുറയില്ല. പക്ഷേ അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ പച്ചക്കറിയെ സ്നേഹിക്കാൻ പഠിക്കണം. വെജിറ്റബിൾസ് നമുക്ക് നിറയെ കഴിക്കാനായിട്ടുള്ള മനസ്സുണ്ടാവണം. വെജിറ്റബിൾസ് ആണ് എന്ന് കരുതിയിട്ട് ടേസ്റ്റായിട്ട് കുക്ക് ചെയ്യാൻ പഠിച്ചാൽ നോൺ വെജിനേക്കാൾ ശുദ്ധവും ശക്തവുമായിരിക്കുന്ന ടേസ്റ്റി ആയിരിക്കുന്ന ആഹാരം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സ്നേഹത്തോടെ പച്ചക്കറി സ്വീകരിക്കുന്നത് നല്ലതാണ്. ഇനി സസ്യങ്ങൾക്ക് ജീവനുണ്ടോ? ഉണ്ട്. ഏത് ജീവനാണെന്നറിയോ? അതിൽ ജീവാത്മാവല്ല, ഈ പഞ്ചതത്വങ്ങൾക്കുള്ളതായിരിക്കുന്ന ഒരു ഊർജ്ജം. ആ ഊർജ്ജത്തിനുണ്ട് അതിൻ്റെതായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അതിൻ്റെ എനർജി. 3 ശക്തികളാണ് ഈ പ്രപഞ്ചത്തിൽ. ഒന്ന് പരമാത്മശക്തി, ഒരിക്കലും മാറ്റമില്ലാത്ത ശക്തി. മറ്റൊന്ന് പ്രപഞ്ചശക്തി, പഞ്ചതത്വങ്ങൾ. അവയിൽ സതോ പ്രധാനതയും തമോ പ്രധാനതയുണ്ട്. അവയ്ക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള ഊർജ്ജവും ചലനവും. പിന്നൊന്ന് ആത്മശക്തി. ആത്മശക്തിക്ക് ആധാരമാകുന്നത് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ശരീരം തന്നെയാണ്. അതുകൊണ്ട് ആ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മ പ്രവേശിക്കുന്ന സമയത്താണ് അതിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. നെർവസ് സിസ്റ്റം കൊണ്ടാണ് നമുക്ക് വേദന അനുഭവിക്കുന്നത്. ഫീലിംഗ് ഒരു ചെടിക്ക് കിട്ടില്ലേ?
തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾക്ക് വേദനയുടെ കൈ മുറിഞ്ഞാൽ വേദനയ്ക്ക് 2 ഭാവമുണ്ട്. ഒന്ന്, എൻ്റെ കൈ മുറിഞ്ഞ് ചോര ഒലിക്കുകയാണെങ്കിലും അയ്യോ എൻ്റെ കൈ മുറിഞ്ഞേന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിങ്ങലും വേദനയൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അതേസമയം ഇത്ര വലിയ ശരീരത്തിനുള്ളൂ, ഒരു ചെറിയ മുറിവല്ലേ വന്നുള്ളൂ, ഡോണ്ട് വറി എന്ന് സ്വയം പറഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ വേദന കുറയും. കാരണം വേദന ഒരു സ്ഥൂലമായിരിക്കുന്ന ഭാവമാണ്. ആ ഭാവത്തിൽ ദുഃഖം എന്ന സൂക്ഷ്മഭാവം കലർത്തുമ്പോഴാണ് അതിന് വേദന കൂടുന്നതും കുറയുന്നതും. ചെടിക്കും ആ ഒരു ദുഃഖവും സുഖവും സ്വീകരിക്കാൻ പറ്റും, സൂക്ഷ്മഭാവങ്ങളെ പഞ്ചതത്വങ്ങൾക്ക് സ്വീകരിക്കാനാവും. അതുകൊണ്ട് ഒരു ചെടി നട്ടിട്ട് ദിവസവും അതിനെ പോയി സ്നേഹിച്ച് നീ വേഗം പൂക്കില്ലേ, നീ സുന്ദരിയാവില്ലേ എന്നൊക്കെ ചോദിച്ച് അതിനോട് സംസാരിക്കുകയാണെങ്കിൽ അത് വളരെ വേഗം പൂക്കാനും അതുപോലെ തന്നെ ഫലം തരാനും തുടങ്ങും. ഞാൻ ഓർമ്മിക്കും, നമ്മുടെ ബ്രഹ്മകുമാരി സെൻറ്ററിൽ ഇപ്പോൾ കുറച്ച് പയറ് ചെടികളുണ്ട്. അതിലാദ്യം ഉണ്ടാകുന്ന സമയത്ത് ഒരു 4 or 5 പയറാണ് ഉണ്ടായത്. അതിൻ്റെ അടുത്ത് പോയിട്ട് പയറ് പൊട്ടിക്കുമ്പോൾ ഞാൻ അതിനോട് പറയും, താങ്ക് യു, നീ എനിക്ക് ഇത്ര നല്ലത് തരുന്നുണ്ടല്ലോ, നന്നായി, ഞാൻ നാളെയും പറിക്കാൻ വരുമ്പോൾ 4 കൂടെ കൂടുതൽ തരണേ, എന്നാൽ ഞാനിതൊക്കെ ഉപയോഗിച്ചൊരു ഉപ്പേരി ഉണ്ടാക്കി ഭഗവാന് പ്രസാദം കൊടുത്തോളാം കേട്ടോ എന്നൊക്കെ ഞാൻ ആ പയറ് പറിക്കുമ്പോൾ പയർ ചെടിയോട് പോയി സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു പ്രാവശ്യം പറിക്കുമ്പോൾ ഒരു പിടി പയറ് അതിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. 4 or 5 ചെടികളേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ചെടിയോട് സംസാരിക്കുകയാണെങ്കിൽ, സ്നേഹിക്കുകയാണെങ്കിൽ അത് വേഗം പുഷ്പിക്കും, ഫലം തരുമൊക്കെ ചെയ്യും. അതുകൊണ്ട് അതിന് വൈബ്രേഷൻ ക്യാച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേസമയം നെർവസ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് അതിന് വേദന അനുഭവിക്കുന്നില്ല. സ്ഥൂലഭാവത്തെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൺട്രോളിംഗ് പാനലിൽ നിന്ന് നെർവസ് സിസ്റ്റം പോകണം. കൺട്രോളിംഗ് പാനലിൽ നിന്ന് നെർവസ് സിസ്റ്റം ഈ ബോഡിയിൽ മുഴുവൻ സ്പ്രെഡ് ആവുന്നതുകൊണ്ടാണ് നമുക്ക് വേദന ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ കയ്യിലേക്കുള്ള വെയിൻ കട്ടായി പോയി എങ്കിൽ ഇവിടെ പിന്നെ തൊട്ടാൽ എനിക്ക് അറിയാൻ കഴിയില്ല. ഈ സ്കിൻ അവിടെ ഉണ്ട്. നമ്മുടെ സ്പർശന ശക്തി എന്ന് പറയുന്നത് ത്വക്കാണ്. ആ ത്വക്കുണ്ടെങ്കിലും ഈ സ്പർശനം എനിക്ക് അനുഭവിക്കാനാവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ത്വക്കിൽ നിന്നുള്ള ആ ഒരു നാഡീവ്യൂഹം എൻ്റെ ഹൈപ്പോതലാമസിൻ്റെ ആരംഭ സ്ഥാനത്ത് പോയിട്ട് മെസ്സേജ് കൊടുക്കുമ്പോഴാണ് ഇവിടെ തൊട്ടു എന്നറിയുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർമാർ അവിടേക്കുള്ള നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകുമ്പോഴാണ് ഷുഗർ പേഷ്യൻസിന് മുറിഞ്ഞാൽ അറിയില്ല, വേദനിച്ചാൽ അറിയില്ല എന്നൊക്കെ അവസ്ഥ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? അവിടെയുള്ള നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ഇല്ലാതായി പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നെർവസ് സിസ്റ്റമാണ് നമുക്ക് പെയിൻ തരുന്നത്. അപ്പോൾ ദുഃഖം കൊടുത്താലാണ് ദുഃഖം കിട്ടുന്നത്. അതേസമയം തന്നെ ആ വേദനയോട് കൂടെ നിങ്ങൾ ദുഃഖം കൊടുക്കാതെ സ്നേഹത്തോടു കൂടി ആ ചെടിയുടെ അനുമതിയോടുകൂടി അതിൻ്റെ പഴം നമുക്ക് തിന്നാൻ ഉണ്ടാക്കിയതിനെ നമുക്ക് പറിക്കാം, കഴിക്കാം. അതിൻ്റെ ഇലകളെ അതിന് നമുക്ക് വേണ്ടി തരുന്നത്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു മത്തൻ ചെടിയുടെ ഒരു തല നിങ്ങൾ നുള്ളിയെടുത്താൽ അതിൽ നിന്ന് 2 തല ഒന്നിച്ച് മുളച്ചു വരും. ഒരു മീനിൻ്റെ തല മുറിച്ചെടുത്താൽ അതിൽ നിന്ന് 2 തല വരാറില്ല. അതുകൊണ്ട് പ്രകൃതിയുടെ ജീവനെ അതിന് ഏത് രീതിയിൽ അതിന് ഉപയോഗിക്കാമോ അതേ റെസ്പെക്റ്റോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതേസമയം ജീവജാലങ്ങൾ അവരുടെ ഈ സ്വന്തം ജീവിതത്തെ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് സർവീസ് തരാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ സേവനം ചെയ്യാനായിട്ട് അവരെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വിട്ടുകൊടുക്കാം. നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പ്രകൃതിയിൽ ഉണ്ടായതെന്തും അനുഭവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പാല് കുടിക്കാം. മുട്ടയിൽ നിന്ന് ഒരു കുട്ടി ജനിക്കുന്നതാണ്, അതുകൊണ്ടാണ് മുട്ട കഴിക്കല്ലേ എന്ന് പറയുന്നത്. പിന്നെ ഒരമ്മ ഒരിക്കലും ഒരു കോഴിത്തള്ള ഇനി വേറെ ടൈപ്പിൽ ഇപ്പോൾ മുട്ടകൾ തന്നെ അങ്ങനെ കഴിക്കാനുള്ള മുട്ട ഉണ്ടാക്കുന്നുണ്ടല്ലോ, അങ്ങനെ കോഴികളെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചു. പക്ഷേ ആ കോഴി അമ്മയ്ക്ക് അറിയില്ല ആ മുട്ട നമ്മൾ കട്ടുകൊണ്ടുവന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കൊണ്ട് മുട്ട ഉണ്ടാക്കിക്കണമെന്ന്. അങ്ങനെയല്ല വാസ്തവത്തിൽ. ഒരു മുട്ടയിടുന്ന ഒരമ്മ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരമ്മയുടെ കുഞ്ഞിനെ കൊല്ലുമ്പോൾ അത് തെറ്റെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരു കോഴിത്തള്ളയുടെ ഒരു കുഞ്ഞു തന്നെയാണ് ഒരു മുട്ട. അതുകൊണ്ട് ആ ഒരു കുഞ്ഞിനെ കൊന്നിട്ട് ആ പാപം എടുക്കാതിരിക്കുക. ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അധികാരമുണ്ട്. നമ്മളെപ്പോലെ തന്നെ തുല്യ അധികാരത്തോടെ വന്നവരാണ് അവർ. അതുകൊണ്ട് അവരുടെ ലോകത്ത് സന്തോഷിക്കാൻ അവരെ വിട്ടുകൊടുക്കാം. നമുക്ക് നമ്മുടെ ലോകത്ത് സന്തോഷമായിട്ട് സന്തുലനാവസ്ഥയോടുകൂടി ജീവിക്കാം. പരസ്പരം ആദരവോടെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ ആദരവിൻ്റെ പരിണതഫലം സന്തോഷമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സുഖവും അനുഭവിക്കാനുള്ള നമ്പർ 1 മെത്തേഡാണ് സസ്യാഹാരം. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതിന് ഈ കാര്യത്തിനൊരു മറുപടി പറയാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഈ കാര്യം നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്താണ്. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ,
ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.